ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, നോക്കൂ, കുറേ നാൾ കൊടും ചൂടും ചുട്ട വെയിലുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഴയും വെള്ളപ്പൊക്കവും. കേരളത്തിൽ ഇതിപ്പോൾ ഒരു പതിവാണ്. ഇനി എല്ലാ ദിവസവും നമുക്ക് കാലാവസ്ഥ പ്രതിസന്ധിയുടേതാണോ? കാലാവസ്ഥ പ്രതിസന്ധിയുടേതാണെന്ന് മാത്രമല്ല, ദുരന്തം എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. സാധാരണ ദുരന്തങ്ങൾ അബ്നോർമലാണ്, ഇനി ദുരന്ത പ്രതിഭാസങ്ങൾ നോർമലാണ്. 2016 മുതലാണ് ഇത് വളരെ ഫ്രീക്വൻ്റായിട്ട് നമുക്ക് അനുഭവിച്ച് തുടങ്ങിയത്. 1985 മുതൽ നമുക്ക് നദികളിൽ നീരൊഴുക്കും മറ്റു കാര്യങ്ങളും കുറഞ്ഞു തുടങ്ങി. 95 വേറെ കഥയായി. 2016 ആയപ്പോൾ അതിഭയങ്കരമായ 142 വർഷങ്ങൾക്കിടയിലുള്ള വലിയ വരൾച്ച വന്നു. 17 ഓഖി വന്നു, 18 പ്രളയം വന്നു, 19 മുതൽ 26 വരെ വിവിധ രൂപത്തിൽ ഉരുൾപൊട്ടലുകൾ വന്നു. ഇതിനിടയിൽ ജൂൺ മാസത്തിലെ കിട്ടേണ്ട മഴ, ജൂൺ ജൂലൈയിൽ കിട്ടേണ്ട മഴ കിട്ടാതെയുമായി. ജൂണിൽ 66%, ജൂലൈയിൽ 30% മഴ കുറഞ്ഞു. അപ്പോൾ ഈ ശതമാനത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ എന്തായാലും വളരെ വലിയ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഒരു പുതിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോർമലാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളം, ഇപ്പോൾ IPCCയുടെയൊക്കെ ഒരു കണക്ക് വെച്ച് പറഞ്ഞാൽ പോലും ഇന്ത്യയും കേരളവും ലോകത്തിലെ പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും കാലാവസ്ഥാ മാറ്റം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി സത്യമായി നമ്മുടെ മുന്നിലുണ്ട്. അല്ല, ഇതിപ്പോൾ നോർമൽ ആയതാണോ നോർമൽ ആക്കിയതാണോ? രണ്ട് ഭാഗമുണ്ട് അതിനകത്ത്. ഒന്ന്, 1700-കൾ വരെ നമ്മൾ പ്രകൃതിയോട് വലിയ സ്നേഹത്തിലും മറ്റു രൂപത്തിലുമൊക്കെയാണ് കഴിഞ്ഞത്. പക്ഷേ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി, അത് തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യണം. പക്ഷേ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഫോസിൽ ഇന്ധനങ്ങളും കൽക്കരിയും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് പെട്രോളിയത്തിൻ്റെ ഉപയോഗമായി, പിന്നെ വ്യവസായ യുഗമായി, പിന്നെ പോപ്പുലേഷൻ കൂടി, ഇങ്ങനെ വന്ന് കാട് വെട്ടി, പിന്നെ പുഴ നശിപ്പിച്ചു, ഇങ്ങനെ വന്ന് വികസനത്തിൻ്റെ തേരോട്ടമായി ഒരു വശത്ത്. ഈ വികസന തേരോട്ടത്തിനിടയിൽ നമ്മൾ മനസ്സിലാക്കിയില്ല, നമ്മളുടെ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ട്, മനുഷ്യൻ്റെ ഹ്യൂമൻ ആക്ടിവിറ്റികൾ കൂടിക്കൊണ്ടും ആന്ത്രോപ്പോജനിക്കായിട്ടുള്ള, അങ്ങനെയാണ് ആ വേർഡ്, ആന്ത്രോപ്പോജനിക്കായിട്ടുള്ള ആക്ടിവിറ്റികൾ കൂടിക്കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടുന്നു എന്നുള്ള, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, ഹരിതഗ്രഹ പ്രഭാവം കൂടുന്നു, മീഥെയ്ൻ അന്തരീക്ഷത്തിൽ കൂടുന്നു, പിന്നെ കാർബൺ മോണോക്സൈഡ് കൂടുന്നു, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ കൂടുന്നു. അത് 1.5 പോകുന്നു, അത് 2 പോയാൽ അപകടം വരും. ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യപ്രേരിതമായ കാര്യങ്ങൾ കൂടിക്കൊണ്ട് ലോകത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകരുത്. അതായത് ലോകത്തിലെ ഒരു 20% വരുന്ന ആളുകളാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത്. ബാക്കി 80% മഹാപുരുഷം സാധാരണക്കാരും പട്ടിണിക്കാരും നിത്യദാരിദ്ര്യക്കാരുമാണ്. കാരണം ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ ഉള്ള ആളുകളാണല്ലോ ജനസംഖ്യ കൂടുതൽ. ഒരു 20% വരുന്ന ലോകത്തിലെ വിഭാഗക്കാരാണ് ഈ സ്വത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും ലോകത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി ഭൂമിക്ക് ചൂട് കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ് ആണ്, ക്ലൈമാറ്റ് ചേഞ്ച് കൃത്യമായി സംഭവിക്കുന്നു, ക്ലൈമാറ്റിൻ്റെ ക്രൈസിസിലേക്ക് പോകുന്നു. വെറും ക്ലൈമാറ്റ് ചേഞ്ച് അല്ല, ക്രൈസിസിലേക്ക് പോകുന്നു. ക്ലൈമാറ്റ് റെഫ്യൂജീസ് ഉണ്ടാകുന്നു, കാലാവസ്ഥ അഭയാർത്ഥികൾ കേരളത്തിൽ വരെ ഉണ്ടാകുന്നു. അപ്പോൾ ഇനി കേരളത്തിലേക്ക് വന്നത്, ഞാൻ ആഗോള പശ്ചാത്തലം പറഞ്ഞെങ്കിൽ കേരളത്തിലേക്ക് വന്നാലും നമ്മൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് മനുഷ്യൻ്റെ ഇടപെടലിനുണ്ട്. 75% കാടായിരുന്നു. അപ്പോൾ 75% കാടും വെച്ചുകൊണ്ട് മുമ്പോട്ടും പറ്റത്തില്ല. അപ്പോൾ കാട് വെട്ടാൻ തുടങ്ങി. കാട് വെട്ടിയപ്പോഴോ വല്ലാത്ത രൂപത്തിൽ കാട് വെട്ടി. പിന്നെ പുല്ല് കഴിച്ച് ജീവിച്ചിരുന്നൊരു ജനതയുണ്ടായിരുന്നു ഇവിടെ, അതായത് ഭക്ഷണമൊന്നും ഇല്ലാതിരുന്ന. അവരോട് കാട് പോയി താമസിക്കാൻ രാജാവിൻ്റെ രാജ്ഞിയുടെ കാലത്ത് പറഞ്ഞിരുന്നു, ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ കുറേ പേര് കാട് കയറി മര്യാദയ്ക്ക് ജീവിച്ചു, കുടിയേറ്റക്കാരെന്ന രീതിയിൽ. കുറച്ച് പേര് കാട് കയറി കയ്യേറ്റക്കാരായി മാറി. അപ്പോൾ കാടിൻ്റെ കഥയുണ്ട്, പുഴയുടെ കഥയുണ്ട്, വയലുകൾ. കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്നു, അതിപ്പോൾ 1 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു, 1.5 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. കാവുകൾ നശിപ്പിച്ചു, കുളങ്ങൾ നശിപ്പിച്ചു, വ്യാപകമായി വെള്ളം കിടക്കാനുള്ള റിസർവോയറുകളെല്ലാം നമ്മൾ നശിപ്പിച്ചു. മഴയത്തിലെ പ്രളയം കിടക്കാനുള്ള പ്രളയ തടങ്ങൾ നമ്മൾ ഇല്ലാതാക്കി, ഡ്രെയിനേജുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്തു, മലകൾ നമ്മൾ ഇടിച്ചു. അങ്ങനെ ഒരു പിന്നെ വാഹനങ്ങളുടെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വകാര്യ വാഹനങ്ങളുള്ള ഒരു ചെറിയ ഭൂമിശാസ്ത്ര പ്രദേശം കണക്കാക്കിയാൽ ഡെൻസിറ്റിയിൽ നമ്മൾ വളരെ കൂടുതലാണ്, ജനസംഖ്യ ഡെൻസിറ്റിയിൽ നമ്മൾ വളരെ കൂടുതലാണ്. കെട്ടിടങ്ങളുടെ എണ്ണം എടുത്താൽ 80 ലക്ഷം ആളുകൾക്ക് 1,20,20,00,000 വീടുകൾ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിലും അതിനനുസരിച്ചുള്ള ചുടുകല്ല്, മണൽ, പാറ, ഇതെല്ലാം നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, സിമൻ്റ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് മനുഷ്യപ്രേരിതമായ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ടും ഇതിൻ്റെ ആഘാതം വർദ്ധിച്ചിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ ആഘാതമായാലും ഈ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ആഘാതമായാലും കൂട്ടുന്നതിൽ മനുഷ്യൻ്റെ ഇടപെടലിന് വലിയ പങ്കുണ്ട്. അത് കേരളത്തിലുമുണ്ട്, ലോകത്തെല്ലായിടത്തുമുണ്ട്. പക്ഷേ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ
ചെറിയൊരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഒരു വശത്ത് കടലുണ്ട്, മറുവശത്ത് പശ്ചിമഘട്ട മലനിരയുണ്ട്, സൂര്യൻ്റെ ചൂട് നേരെ മുകളിലുണ്ട്. കാര്യം ഭൂമധ്യരേഖ പ്രദേശത്ത് നമ്മൾ കിടക്കുന്നത്. ഇത് മൂന്നും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു തനതായ ഭൂമിശാസ്ത്ര പ്രദേശവും തനതായ കാലാവസ്ഥാ പ്രദേശവുമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇടപെടലുണ്ട്. 500 വർഷത്തെ വനം വെട്ടിമുറിച്ചതിൻ്റെ കഥയുണ്ട് നമുക്ക്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും വന്ന് അവർ വലുതായിട്ട് മുറിച്ചില്ല, പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നിലമ്പൂർ കാടുകളിൽ തേക്ക് വെച്ച് തുടങ്ങിയ കാലം മുതൽ നമ്മൾ വ്യാപകമായി വന ആവാസ വ്യവസ്ഥയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വരുന്നതിൻ്റെ ഒരു കൾമിനേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൂടി ആയപ്പോൾ, അല്ലെങ്കിൽ വേൾഡിലെ ക്ലൈമാറ്റ് ചേഞ്ചും കൂടി വന്നപ്പോൾ, നമ്മളും കൂടി ആയപ്പോൾ അത് ട്രിഗർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് മനുഷ്യർ. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കൂ, റാന്നിയിലും ഈരാറ്റുപേട്ടയിലും ആറന്മുളയിലുമൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളുമാണ് റോഡിൽ കിടക്കുന്നത്. ഇതെവിടെ നിന്ന് വന്നു? നമ്മളെല്ലാം പുഴയിലിട്ടതല്ലേ, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ തന്നെ വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ പുഴകളെ നശിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ ഇല്ലാതാക്കുക, മലിനമാക്കുക, ഇങ്ങനെയുള്ള കുറേ അധികം പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തോടുകളൊക്കെ നികത്തിയെടുക്കുക, പുഴകൾ നികത്തുക, അതിൽ കയ്യേറുക, കുളങ്ങൾ മലിനമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ വെള്ളത്തിൻ്റെ നീരൊഴുക്കിനെ സ്വാധീനിക്കുന്നതും, അതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടാക്കുന്നതും, വെള്ളപ്പൊക്കമുണ്ടാക്കുന്നതും, മലനാട് പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാക്കുന്നതിലും മനുഷ്യൻ്റെ ഇടപെടലുണ്ട്. യെസ്.